Hey, hello, welcome back to the movie review of He-Man and the Masters of the Universe. ഒരു കാര്യം ആദ്യമേ പറയാം, തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സിനിമ തന്നെയാണ് ഇത്. എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. എന്താ വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇവർ ഇതിൽ ചെയ്യുന്നത്. ആ മൂവിയുടെ ക്ലാരിറ്റി, വിഷ്വൽസ്, CGI, മേക്കിങ് ഒക്കെ കിഡിലാണ്. അതിന്റെ കൂടെ തന്നെ 90 കിഡ്സിനും ഇയർലി 2K കിഡ്സിനൊക്കെ സുപരിചിതമായിട്ടുള്ള ഹീമാൻ്റെ ആ ഡയലോഗ്, ആ ബാക്ക്ഗ്രൗണ്ട് ട്യൂണ്, അതൊക്കെ കൊടുന്നപ്പോല്ലേ അത് സത്യം പറഞ്ഞ ഒരു സ്പെഷ്യൽ ഫീൽ തന്നെയായിരുന്നു. തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് എന്നത് കൂടാഞ്ഞിട്ട് ആ നൊസ്റ്റാൾജിയും കൂടി കിട്ടി. അതാണ് അടിപൊളിയായ. പിന്നെ ഇതിൽ അഭിനയിച്ചവരൊക്കെ കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഹീമാൻ്റെ കൂടെയുള്ള ക്യാരക്ടേഴ്സ്, ഇതിലെ ഓരോരോ ക്യാരക്ടേഴ്സും അവരുടെ സ്പെഷ്യാലിറ്റീസ് അതൊക്കെ എടുത്തു കാണിക്കുന്നത് അടിപൊളിയായിരുന്നു. അതേപോലെ ഇതിൽ വില്ലൻ്റെ ക്യാരക്ടർ അതൊക്കെ ആ പഴയ ഒരു കാർട്ടൂണിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കാർട്ടൂണിൽ കാണുന്ന ആൾക്കാർ തന്നെ അതേപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി ഓരോ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹീമാൻ്റെ കൂടെയുള്ള ആ പുലീനെ കാണിച്ചിട്ടുണ്ട് ഇതിൽ. അതിന് ഹീമാൻ ട്രാൻസ്ഫോം ആകുമ്പോൾ ആ പുലിയും ട്രാൻസ്ഫോം ആവുന്നുണ്ട്. കാർട്ടൂണിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിൽ കൂടുതൽ ആ പുലിനെ ട്രാൻസ്ഫോം ചെയ്ത് കാണിച്ചില്ല. ലാസ്റ്റ് എൻഡിലാണ് ആ കാണിച്ചത്. മൂവിയുടെ ഒരു സ്റ്റോറി ലൈൻ വളരെ സിമ്പിളാണ് കേട്ടോ. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൂവി എടുത്തു വെച്ചിരിക്കുന്നത്. ഈവൻ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പോയി കണ്ടവരെ എൻജോയ് ചെയ്യാം. അങ്ങനെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഫാൻറ്റസി വേൾഡും നല്ല വിഷ്വൽ എക്സ്പീരിയൻസും തിയേറ്ററിൽ എന്തായാലും എക്സ്പീരിയൻസ് കേട്ടോ. അത് ഞാൻ എടുത്ത് പറയാം. ആ തിയേറ്ററിൽ നമ്മൾ സിനിമ ഇരുന്ന് കാണുമ്പോൾ ഒട്ടും നമ്മളെ ബോറടിപ്പിക്കില്ല. എന്നാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവി കൊണ്ടുപോയി കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ട്വിസ്റ്റ് അങ്ങനെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഒരു കാർട്ടൂൺ കണ്ടിരിക്കുന്ന ആ ഒരു ലാഘവത്തോടെ ആണ് ഒരു ലൈവ് ആക്ഷൻ മൂവി നമ്മളെ കാണിക്കുന്നത്. നമ്മൾ മിക്ക ഒരു സൂപ്പർ ഹീറോ മൂവീസിൽ കാണുന്ന പോലെ തന്നെ സൂപ്പർ ഹീറോ വരുന്നു, രക്ഷിക്കുന്നു, അങ്ങനത്തെ പരിപാടിയാണ് എല്ലാ സൂപ്പർ ഹീറോയിലും നമ്മൾ കാണുന്നത്. എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ബട്ട് ആ മൂവി ചെയ്ത് വെച്ചിരിക്കുന്നത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ മൂവി കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ തിരിച്ചു വരാൻ പറ്റും. അത്ര അടിപൊളിയാണ് ഈ മൂവി. പിന്നെ ഹീമാനായിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്. ആളുടെ ലുക്സ് ആയാലും ആളുടെ ബോഡി ബിൽഡിങ് അതൊക്കെ കിഡിലാണ്. അതേപോലെ തന്നെ ഞാൻ മലയാളമാണ് പോയി കണ്ട ഉണ്ണിമുഖത്തിനാണ് ഡബ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആ ക്യാരക്ടറിന് പറ്റിയ ശബ്ദം ആ ഒരു മൂവിയിൽ ചെയ്തിരിക്കുന്ന ആക്ടറിൻ്റെ ഫേസിനും ആളുടെ ഒരു ശൈലിക്കൊക്കെ ആളൊരു ഫുൾ ടൈം ഒരു സൂപ്പർ ഹീറോ മൈൻഡിലല്ല, കുറച്ച് ഫണ്ണ് പരിപാടി പിടിക്കുന്നുണ്ട് അതിലെ മെയിൻ ആക്ടർ ഹീമാനായിട്ട് വരുന്ന ആള്. അപ്പോൾ അതിന് പറ്റിയൊരു സൗണ്ടാണ് ഉണ്ണിമുഖം തന്നെ. അപ്പോൾ അത് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. മലയാളം കിടിലായിരുന്നു കേട്ടോ. നമുക്ക് സ്റ്റോറി നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റും. ജസ്റ്റ് ഒരു ഫാൻറ്റസി മൂവി കാണുന്ന ഒരു സൂപ്പർ ഹീറോ ഫാൻറ്റസി മൂവി, അടിപൊളി മൂവി കാണേണ്ട ഒരു ഫീലിംഗ് അത്ര പറയാനുള്ളൂ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മൂവി. മൂവിയുടെ ഇൻ്റർവെൽ വരെ വളരെ സിമ്പിളായിട്ടാണ് പോകുന്നത്. ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണു, അങ്ങനെയൊക്കെയാണ്. ഇൻ്റർവെല്ലിന് ശേഷമാണ് പിന്നെ അത്യാവശ്യം ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ലാസ്റ്റ് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു കിട്ടില്ല ഫൈറ്റ് ഉണ്ട്. അതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. അടിപൊളി പരിപാടി അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എൻഡിൽ ക്രെഡിറ്റ് സീൻ കൊണ്ടുവരുന്നുണ്ട്. അത് മിസ്സാവണ്ട, എന്തായാലും അടിപൊളി ക്രെഡിറ്റ് സീനായിരുന്നു. 2 ക്രെഡിറ്റ് സീനാണ് വരുന്നത്. ആ ഫസ്റ്റത്തെ ക്രെഡിറ്റ് സീൻ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കഴിഞ്ഞു, ഇനിയൊന്നുമില്ല എന്ന് വെച്ചിട്ട് കുറേ പേര് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ക്രെഡിറ്റ് സീൻ കൂടി വന്നു. ഇപ്പോൾ ഒരുവിധം മൂവീസിലൊക്കെ ഈ അവസാനം കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ എക്സ്ട്രാ ക്രെഡിറ്റ് സീനൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരുവിധം എല്ലാവരും അത് നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പം അതൊരു സ്ഥിരമായിട്ടുള്ള പരിപാടിയെന്ന് തോന്നുന്നു. മിക്ക മൂവീസിലും ഇപ്പോൾ ക്രെഡിറ്റ് സീൻ ഉണ്ട്. അതുപോലെ ഇതിലുണ്ട് 2 ക്രെഡിറ്റ് സീൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ലീഡ് പോലെ ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടോയെന്ന് കൺഫേം അല്ല. ഞാൻ ഈ വർഷം കണ്ടതിൽ തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് തന്നൊരു മൂവി ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. എന്തായാലും ഈ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങളും മൂവി പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ അടുത്തൊരു മൂവി ആയിട്ട് കാണാം. ബൈ.